ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഭാഗവത സോപാനം എന്ന ഈ യൂട്യൂബ് ചാനലിൽ ഈ സത്സംഗമത്തിൽ നമ്മൾ സംവദിക്കുന്നത് മഹത്തായൊരു നാമത്തിനെ കുറിച്ചാണ്, സന്ധ്യാനാമത്തിനെ കുറിച്ചാണ്. സന്ധ്യയ്ക്ക് നിർബന്ധമായി ചൊല്ലിയിരിക്കേണ്ട ഒരു മന്ത്രം, ഒരു നാമം. നാമത്തിൽ കൂടെയാണ് നാമിയെ അറിയുക. നാമി എന്ന് പറഞ്ഞാൽ ആ നാമം സ്വീകരിച്ചവൻ, നാമത്തിന്റെ അർഹതയുള്ളവൻ. ആ മൂർത്തിയെ നമുക്ക് പ്രാപിക്കണമെങ്കിൽ നാമത്തിൽ കൂടെ മാത്രമേ സാധ്യമാകൂ. അതുകൊണ്ടാണ് നാമജപം നിർബന്ധമാണ് എന്ന് പറയാൻ കാരണം. ഈ നാമമേതാ? പഞ്ചാക്ഷരം എന്ന് പറയുന്ന ശിവാത്മകമായ ആ നമശിവായ എന്ന് പറയുന്ന മന്ത്രം. ഈ നമശിവായയിലെ 5 അക്ഷരങ്ങളാണ്. അതിനോടുകൂടി പ്രണവം ചേർക്കുന്നു. പ്രണവം ചേർത്തിട്ടേ മന്ത്രങ്ങൾ ചെല്ലാവൂ എന്നാ പറയാ. എന്താ പ്രണവം? പ്രണവം ദേവിയാണ്, സംശയിക്കണ്ട. പ്രണവം എന്നാണ്, ആ വലിയൊരു തോണിയാണ്. ഈ പ്രണവത്തിനെ നാമത്തോടു കൂടി ചേർക്കുമ്പോൾ ഈ പ്രണവമാണ് ഈ നാമത്തിൽ കൂടെ നമ്മളെ ഭഗവത്പാദത്തിൽ എത്തിക്കുന്നത്. അതുകൊണ്ട് പ്രണവം ജപിച്ചിട്ടേ നാമം ജപിക്കാവൂ. ഈ നമശിവായ മന്ത്രത്തിൽ 5 അക്ഷരങ്ങളാണ്. നമശിവായ. അതില് നമുക്ക് ഓരോ അക്ഷരങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ആദ്യം നോക്കാം. നകാരം ജലത്തിനെ സൂചിപ്പിക്കുന്നു, മകാരം ഭൂമിയെ സൂചിപ്പിക്കുന്നു, ശികാരം അഗ്നിയെ സൂചിപ്പിക്കുന്നു, വാ എന്ന അക്ഷരം വായുവിനെ സൂചിപ്പിക്കുന്നു, യ എന്ന അക്ഷരം ആകാശത്തിനെ സൂചിപ്പിക്കുന്നു. ഒന്നുകൂടി എടുത്തു പറയുന്നു. നകാരം ജലത്തിനെ സൂചിപ്പിക്കുന്നു, മകാരം ഭൂമിയെ സൂചിപ്പിക്കുന്നു, ശികാരം അഗ്നിയെ സൂചിപ്പിക്കുന്നു, വാകാരം വായുവിനെ സൂചിപ്പിക്കുന്നു, യകാരം ആകാശത്തിനെ സൂചിപ്പിക്കുന്നു. പഞ്ചഭൂതങ്ങൾ. എന്താ ഈ പഞ്ചഭൂതങ്ങൾക്കുള്ള പ്രാധാന്യം? ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. പിണ്ഡാണ്ടവും ബ്രഹ്മാണ്ടവും ഒരേ വസ്തു കൊണ്ട് ഉണ്ടാക്കിയതാ. ഇതിന്റെ നാഥനാരാ? മഹാദേവൻ. മഹാദേവനിൽ നിന്നാണ് ഈ പഞ്ചഭൂതങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് ഈ പഞ്ചഭൂതങ്ങളെ നമ്മൾ ശരിയായി നമ്മുടെ ശരീരം പ്രവർത്തിക്കണമെങ്കിൽ ഈ അക്ഷരങ്ങളെ നമ്മൾ വേണ്ട പോലെ ഉപയോഗിക്കണം. അതുകൊണ്ട് ഭസ്മം കയ്യിലെടുത്ത് ഈ നാമം ചൊല്ലി, നമ്മൾ നേരത്തെ വേറൊരു ഇതിനു മുമ്പ് എടുത്ത ഒരു യൂട്യൂബിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ത്രയംബകം ചെല്ലുമ്പോൾ നമശിവായ മന്ത്രം ചൊല്ലി ഭസ്മം ചൊല്ലി കയ്യിലൊക്കെ പിടിക്കണമെന്ന്. അതുകൊണ്ട് ഈ നമശിവായ മന്ത്രം സന്ധ്യയ്ക്ക് ചെല്ലുമ്പോൾ ഭസ്മം തൊട്ടിട്ടേ ചെല്ലാവൂ. അതുപോലെ ശിവരാത്രി ദിവസമൊക്കെ ഈ നാമം ചൊല്ലിയിട്ട് ആ ബില്ലുദളം, ആ കൂവളത്തിന്റെ ഇലയെടുത്തിട്ട് ഒരു ശിവലിംഗത്തിൽ ഒന്ന് സമർപ്പിക്കാൻ സാധിച്ചാൽ മഹാഭാഗ്യമായി. മരണം പുൽകുന്ന സമയത്ത് ഈ നമശിവായ മന്ത്രവും ഓം നമോ നാരായണായ എന്ന മന്ത്രവും ജപിക്കാൻ സാധിച്ചാൽ നേരെ ശിവലോകത്തിലും വൈകുണ്ഠ ലോകത്തിലും എത്താൻ നമ്മൾ സംശയിക്കേണ്ട. അവസാനം നമശിവായ മന്ത്രക്കൊന്ന് ജപിക്കാൻ നമുക്ക് നാവ് കൊണ്ട് സാധിച്ചാൽ, നാവ് കുഴയാതെ നാമം ജപിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയൊരു പുണ്യം തന്നെയാണ്, സംശയിക്കേണ്ട. അതുകൊണ്ട് ഈ നമശിവായ മന്ത്രത്തിനെ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കുന്ന വലിയൊരു ശ്ലോകമാണ്, വലിയൊരു സ്തോത്രമാണ്. നമുക്ക് ദിവസം എല്ലാവർക്കും അറിയാവുന്ന ആ സുന്ദരമായ സ്തോത്രം, വെറും 1 മിനിറ്റ് കൊണ്ട് ചെല്ലാവുന്ന ഒരു ദിവ്യമായ സ്തോത്രം, പഞ്ചാക്ഷര സ്തോത്രം, ശങ്കരാചാര്യ വിരചിതമായ പഞ്ചാക്ഷര സ്തോത്രം. അത് ദിവസവും സന്ധ്യയ്ക്ക് ജപിക്കുന്നത് വളരെ നല്ലതാണ്. അതൊന്ന് നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങനെ ജപിക്കാം. ഇത് യൂട്യൂബ് കാണുന്നവരൊക്കെ അത് കാണാപ്പാഠമാണെങ്കിൽ ഒപ്പം ചൊല്ലിക്കോളൂ, അല്ലെങ്കിൽ പഠിച്ചിട്ട് ഇത് ചൊല്ലിയെടുത്തോളൂ. ഒരുമിച്ചിരുന്ന് സത്സംഗത്തിൽ ചെല്ലാൻ ഈ യൂട്യൂബിൽ കൂടെ നമുക്ക് സാധിക്കും. നമുക്ക് പരിചയമുള്ളതാണെങ്കിൽ ഫയല അല്ലെങ്കിൽ ബുക്ക് എടുത്ത് വെച്ചിട്ട് ആ ബുക്കിൽ നോക്കി ഞങ്ങൾ ചെല്ലുമ്പോൾ ഒപ്പം അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അത് വലിയൊരു പുണ്യം തന്നെയാണ്. നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മംഗരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നഗാരായ നമഃ ശിവായ. മന്ദാകിനി സലില ചന്ദന ചർച്ചിതായ
നന്ദീശ്വര പ്രമഥനാഥ മഹേശ്വരായ മന്ദാര പുഷ്പ ബഹുപുഷ്പ സുപൂജിതായ തസ്മൈ മകാരായ നമ ശിവായ ശിവായ ഗൗരീവദനാരവിന്ദ സൂര്യായ ദക്ഷാധ്വരനാശകായ ശ്രീനീലകണ്ഠായ വൃഷധ്വജായ തസ്മൈ നകാരായ നമ ശിവായ വസിഷ്ഠകുംഭോത്ഭവ ഗൗതമാതി മുനീന്ദ്ര വന്ദേ മാർച്ചിത ശേഖരായ ചന്ദ്രാർക്ക വൈശ്വാനരലോചനായ തസ്മൈ വകാരായ നമ ശിവായ യക്ഷസ്വരൂപായ ജടാധരായ പിനാകഹസ്തായ സനാതനായ വിദ്യായ ദിവ്യായ ദേവായ ദിഗംബരായ തസ്മൈ യകാരായ നമ ശിവായ പഞ്ചാക്ഷരമിദം പുണ്യം യപഠേൽ ശിവസന്നിധൗ ശിവലോകമവാപ്നോതി ശിവേന സഹമോദതേ. ഈ പഞ്ചാക്ഷരം ആരാണോ ജപിക്കുന്നത് അവൻ എപ്പോഴും ശിവസന്നിധത്തിൽ താമസിക്കുന്നു. അവൻ ജീവിതത്തിന്റെ അവസാനത്തിൽ എല്ലാം നല്ല കർമ്മങ്ങൾ ചെയ്ത് ആ ശിവപ്രാപ്തി ഉണ്ടാകുന്നു എന്ന് പറയുന്ന ഈ ശിവാക്ഷരം ഇത് ശിവപുരാണത്തിൽ ഗംഭീരമായിട്ട് പഞ്ചാക്ഷര മാഹാത്മ്യം വർണ്ണിക്കും. മരണസമയത്തൊക്കെ അറിയാണ്ട് നടന്നു പോകുമ്പോ ഒരു കഴുത നടന്നു പോയിട്ട് ആ ശിവരാത്രി ദിവസം അതിങ്ങനെ നടന്നു പോകുമ്പോ ഒരു വയ്യാണ്ടിയുടെ ഒരു ഭാഗത്ത് അങ്ങനെ കിടന്ന സമയത്തായ കിടന്ന ഭാഗത്ത് ഒരു രുദ്രാക്ഷം ഉണ്ടായിരുന്നു. ആരോ ഒരു ശിവലിംഗത്തിൽ നമശിവായ മന്ത്രം ജപിച്ചവിടെ അവിടെ അതിന്റെ മുകളിലാണ് കിടന്നത്. ആ കഴുതയ്ക്ക് ശിവലോകത്തിൽ എത്താൻ സാധിച്ചു എന്ന ഇത്രയും പുണ്യമുള്ള ഈ സുഖമായിട്ടുള്ള ഈ പഞ്ചാക്ഷരം എന്ന് പറയുന്ന ഈ സ്തോത്രം ജപിച്ച് പഞ്ചാക്ഷരം കുട്ടികളെ കുട്ടിക്കാലം മുതൽ നിർബന്ധമായും ചൊല്ലി പഠിപ്പിക്കുക. ചെല്ലാൻ അവര് കളിച്ചോട്ടെ, അവര് സുഖമായിട്ട് നടന്നോട്ടെ, നല്ല ലൗകിക സുഖങ്ങളൊക്കെ അനുഭവിച്ചോട്ടെ. പക്ഷെ സന്ധ്യാസമയത്ത് പ്രത്യേകിച്ച് സായം സന്ധ്യ, വൈകുന്നേരത്തെ സന്ധ്യ ഉണ്ടല്ലോ, ആ സന്ധ്യാസമയത്ത് നിർബന്ധമായും ഒരു 15 മിനിറ്റെങ്കിലും നാമം ചൊല്ലിക്കാൻ കുട്ടികളെ ഒരു 12 വയസ്സ് വരെ നിർബന്ധിക്കുക. അതുവരെ നമുക്ക് നിർബന്ധിക്കാലോ. അത് കഴിഞ്ഞാൽ ജീവിതം ധന്യമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പഞ്ചാക്ഷര മാഹാത്മ്യം മനസ്സിലാക്കി ജീവിതം ധന്യമാക്കണമെന്ന് എല്ലാ ഭക്തജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നു.